ആദ്യമായിട്ട് എല്ലാവർക്കും നമസ്കാരം. 31 വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററിൽ വെച്ച് ഞാൻ മണിച്ചിത്രത്താഴ് കണ്ടുകൊണ്ടിരിക്കുന്നു. എന്ത് ഭംഗിയാ! അന്നത്തെ ഭംഗി എന്നും കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. മണിച്ചിത്രത്താഴ് 3 തലമുറയായിട്ട് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന പടമാണ്. എന്ന് വെച്ചാൽ മണിച്ചിത്രത്താഴ് കാണാത്ത ഒരു മലയാളിയും നമുക്ക് എവിടെയും കിട്ടില്ല. അങ്ങനെയാണ് സംഭവം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എൻ്റെ ജീവിതത്തിൽ മണിച്ചിത്രത്താഴ് ഒരു പടം മാത്രമല്ല, ഇതൊരു വലിയ സംഭവമാണെന്ന് ഞാൻ പറയുന്നത്. മാറ്റിനി നൗ ഇന്ന് ഈ സിനിമയ്ക്ക് ഒരു അപ്ഡേറ്റഡ് വെർഷൻ തന്നിരിക്കുന്നു. സഹജമായിട്ട് എല്ലാ പ്രാവശ്യവും പ്രീമിയർ ഷോ കാണുമ്പം എങ്ങനെയായിരിക്കും, സക്സസ് ആയിരിക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു ആശങ്ക എല്ലാവരിലും ഉണ്ടാവും. പക്ഷേ ദിസ് ഈസ് എ പ്രൂവൺ തിങ്. നേരത്തെ പ്രൂവ്ഡാണ്. കുറേ വർഷങ്ങളിൽ നിന്ന് എത്ര പ്രാവശ്യം കണ്ടാലും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പ്രേക്ഷകന്മാരെ എത്തിക്കുന്ന ഒരു അത്ഭുതമായ സിനിമയാണ് മണിച്ചിത്രത്താഴ്. ഇനിയും അതിൻ്റെ വേറൊരു HD സക്സസ്, അപ്ഡേറ്റഡ് സക്സസ് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പിന്നെ ഈ പടത്തിൻ്റെ ഷൂട്ടൊക്കെ നടക്കുന്നത് ഞാൻ ഓർക്കുമ്പോൾ ഒരു ചെറിയ പീസായിട്ടല്ലേ നമ്മൾ ഇത് എപ്പോഴും ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഫാസിൽ സാറിനോട് ചോദിച്ചിരുന്നു, എന്താ സാർ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ, എന്താണ് ഇത്, എൻ്റെ കഥാപാത്രം എന്താണ്, എങ്ങനെയാണെന്ന്. നക്ഷലിൽ അവർ പറഞ്ഞു തന്നിരുന്നു, പക്ഷേ ഇത്രയും ഇമ്പാക്റ്റ്ഫുൾ ആണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ലായിരുന്നു അന്ന്. ഇന്ന് 31 വർഷങ്ങൾക്ക് ശേഷം ഈ പടം കാണുമ്പോഴും അതേ ഒരു രോമാഞ്ചനമെന്ന് പറയില്ലേ, ഗൂസ് ബംസ് ആണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ ഒരു അത്ഭുതമായ സിനിമയാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് ഈ HD വെർഷൻ, പിന്നെ 4K റെസൊല്യൂഷന് ഈ സിനിമ മണിച്ചിത്രത്താഴ് അപ്ഡേറ്റഡ് ഒരു വലിയ സക്സസ് കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ ഒരു ഹൊറർ സിനിമ അത് ഈ 4K ഇതിൽ വരുമ്പോൾ അതിൻ്റെ സൗണ്ടിൻ്റെ ഈ സാങ്കേതിക വിദ്യ എല്ലാം വരുമ്പോൾ അത് പഴയതിലും രസകരമായി തോന്നുന്നുണ്ട്. അപ്ഡേറ്റഡ് വെർഷനിൽ വെച്ച് നമുക്ക് ഡോൾബി, ഈ സൗണ്ടിൻ്റെ ട്രാവലൊക്കെ കേൾക്കാം. അത് മാത്രമല്ല, ഈ മണിച്ചിത്രത്താഴ് എന്ന ടൈറ്റിൽ കിട്ടുമ്പോൾ തന്നെ അതിലുണ്ടായിരിക്കുന്ന ഒരു അപ്ഡേറ്റഡ് ടെക്നോളജി അതും നന്നായിരിക്കുന്നു. പിന്നെ കളർഫുള്ളായിരിക്കുന്നു, മോർ കളർഫുൾ, അങ്ങനെയാണ് ഉള്ളത്. പിന്നെ ഇപ്പോഴത്തെ ജനറേഷനിന് എല്ലാം അപ്ഡേറ്റഡ് ആണ് വേണ്ടത്. അപ്പോൾ ഈ അപ്ഡേറ്റഡ് വെർഷൻ ഇപ്പോഴത്തെ ജനറേഷന് കൂടുതൽ എൻ്റർടൈൻ ചെയ്യും എന്നാണ് എൻ്റെ വിശ്വാസം. പഴയ 30 വർഷം മുമ്പുള്ള നമ്മളെ കാണുമ്പോൾ എന്താ സന്തോഷമായിട്ട് തോന്നുന്നു. സന്തോഷം എന്ത് പറയാനാ അല്ലേ. വേറൊരു പടത്തിൻ്റെ ഷൂട്ടിൽ വെച്ച് ഞാൻ ഷൂട്ടിന് വേണ്ടി പോയപ്പോൾ ശ്രീദേവി എന്നുള്ള വിളിയാണ് ഞാൻ കേട്ടത്. അപ്പോൾ ആരെയൊക്കെയോ വിളിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കറിയില്ല. ഇത്രയും വലിയ സക്സസ് ആണ് ഈ പടം. അന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട് സക്സസ് ആണെന്നറിയാം, പക്ഷേ അത്രത്തോളം സക്സസ് ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ശ്രീദേവി എന്ന് വിളിക്കുമ്പോൾ എൻ്റെ കൂടെ മഞ്ജു വാര്യറിൻ്റെ കൂടെ അഭിനയിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ മഞ്ജു പറഞ്ഞു, ചേച്ചിയാണ് വിളിക്കുന്നതെന്ന്. ഞാൻ തിരിഞ്ഞു നോക്കി, അപ്പോഴാണ് ശ്രീദേവി ചേച്ചി എന്നൊക്കെ കൈകാട്ടിയത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ കഥാപാത്രത്തിൻ്റെ പേര് ഇപ്പോഴും ഓർക്കുന്നുണ്ടല്ലോ എല്ലാവരും എന്ന്. അപ്പോൾ എവിടെ പോയാലും 31 വർഷങ്ങളായിട്ട് ഒരു ശ്രീദേവിയായി നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നുണ്ട്. എനിക്ക് ഈ പടം പിന്നെയും ഒത്തിരി പ്രാവശ്യം ഞാൻ TV യിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് തിയേറ്ററിൽ വെച്ച് കാണുമ്പോൾ ആ ഒരു സന്തോഷം തന്നെയാണ് ആവർത്തിച്ചിരിക്കുന്നത്. ഐ വിഷ് എ ബിഗ് സക്സസ് ടു ദിസ് മൂവി. പിന്നെ ഫാസിൽ സാറിൻ്റെ ആ ഒരു വിഷൻ ഉണ്ടല്ലോ, പിന്നെ മധുമട്ടം സാറിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ ഒരു ഭംഗി, പിന്നെ എം ജി രാധാകൃഷ്ണൻ സാറിൻ്റെ പാട്ടിൻ്റെ വഴികൾ, മ്യൂസിക്, പിന്നെ വേണു, ക്യാമറ, എന്തൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഡയറക്ടർ സിബി മലയിൽ സാർ ഇതിൽ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്, പല സീൻസും ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രിയൻ സാറും ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചേർന്ന് ഉണ്ടാക്കിയ ഒരു രസകരമായ ഒരു ഭക്ഷണമാണ്, സിനിമ ഭക്ഷണമാണ് മണിച്ചിത്രത്താഴ്. ഇത് ഇന്ന് മാത്രമല്ല, പുതിയ തലമുറയിലേക്കും ഇത്
നല്ല ഒരു സിനിമയായി, നല്ല ഒരു ഓർമ്മിപ്പിക്കാമെന്നുള്ള ഓർമ്മക്കൊള്ളാവുന്നുള്ള ഒരു സിനിമ ആയി നിൽക്കുന്നു തീർച്ചയായും. ഞാൻ ഇക്കാലത്ത് ഒരു ചെറിയ കൊച്ചിനെ ചോദിച്ചു, മണിച്ചിത്രത്താഴിൽ അഭിനയിച്ച മാഡം അല്ലേ നിങ്ങളെന്ന്. ഞാൻ ചോദിച്ചു, നീ കണ്ടിട്ടുണ്ടോ സിനിമ എന്ന്. അപ്പോൾ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. ആ കൊച്ചിന് ഒരു 5-6 പ്രായം മാത്രമേ ഉണ്ടായിരുന്നു. നിനക്ക് എന്താ ഭയം തോന്നിയില്ലേ എന്നാണ് പേടി തോന്നിയില്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. അല്ല, നല്ല രസമായിരുന്നു സിനിമ, നല്ല രസമായിരുന്നു. അപ്പോൾ 5 വർഷം കൊണ്ട് നല്ല ഇതിലായി നല്ല ഒരു സന്തോഷത്തോടെയാണ് ഈ പടം ആസ്വദിച്ചിരിക്കുന്നത്. അങ്ങനെ എല്ലാ തലമുറകളും ഈ പടം കാണുന്നുണ്ട്. മോഹൻലാൽ സാറിനോട് എനിക്ക് ഒരുപാട് നന്ദി പറയാനുണ്ട്. ആദ്യം ഒരു കേരള സമൂഹത്തിൻ്റെ ഓണം പ്രോഗ്രാമിന് വേണ്ടി ബാംഗ്ലൂർ വന്നപ്പോൾ എൻ്റെ ആദ്യത്തെ കന്നഡ പടം റിലീസായിരുന്നു. അപ്പോൾ ഞാനും ആ പടത്തിൽ ഒരു ഗസ്റ്റായിട്ട് പോയിരുന്നു. മോഹൻലാൽ സാർ അവിടെ ചീഫ് ഗസ്റ്റായിട്ട് വന്നിരുന്നു. അവിടെ നിന്ന് കണ്ടിട്ടാണ് മോഹൻലാൽ സാർ ഈ മണിച്ചിത്രത്താഴിൻ്റെ ശ്രീദേവി കഥാപാത്രത്തിന് പറ്റിയ ഒരു സ്ത്രീയെ ഞാൻ കണ്ടിട്ടുണ്ട് എന്നാണ് അവർ സജസ്റ്റ് ചെയ്തത് എന്ന് ഫാസിൽ സാർ എന്നോട് പറഞ്ഞു. അന്ന് മോഹൻലാൽ സാർ അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ പടത്തിൽ ഇല്ലായിരുന്നേനെ അല്ലേ. അപ്പോൾ ഇന്നും ഇതുവരെ എനിക്ക് വലിയ നന്ദി അറിയിക്കാറുണ്ട്. താങ്ക് യു മോഹൻലാൽ.